അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h ആൻഡ് സെക്കൻഡ് ഹാഫ് അറ്റ് 60 km/h. കാൽക്കുലേറ്റ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണോ അതിന്റെ പകുതി ദൂരം 40 km/h എന്നുള്ള വേഗതയിലാണ് സഞ്ചരിച്ചത്. ബാക്കി പകുതി ദൂരം 60 km/h എന്നുള്ള വേഗതയിലാണ് സഞ്ചരിച്ചത്. ഈ കാറിന്റെ ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് x/2 ആണ്, അടുത്ത ഹാഫ് ഡിസ്റ്റൻസ് x/2 ആണ്, സംശയമില്ലല്ലോ. അപ്പൊ ഈ ഹാഫ് ഡിസ്റ്റൻസിൽ സഞ്ചരിച്ച ദൂരമാണ് 40 km/h. അടുത്ത ഹാഫ് ഡിസ്റ്റൻസിൽ സഞ്ചരിച്ച ദൂരമാണ് 60 km/h. നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഡെഫിനിഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ബാക്കി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. നോക്കിക്കേ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അതല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? x/2 + x/2 x ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസിൽ സഞ്ചരിച്ച സ്പീഡ് 40 km/h ആണ്. നെക്സ്റ്റ് ഹാഫ് ഡിസ്റ്റൻസിൽ 60 km/h ആയിരുന്നു. ഓക്കെ, അപ്പോ ഈ ഹാഫ് ഡിസ്റ്റൻസ് 40 km/h എന്നുള്ള സ്പീഡിൽ സഞ്ചരിച്ചു എന്നാ പറയുന്നത്. എടുത്ത സമയം എത്രയാണ്? ആ സമയം സിമ്പിൾ ആണ്. എന്താണ്? ഈ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. നിങ്ങൾക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പൊ ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? x/2 ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ എന്നല്ലേ 40 km/h. അപ്പൊ ഇൻഡു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/40 എന്ന് വെച്ചാൽ x/2 × 40. അപ്പോ ആദ്യത്തെ ഹാഫ് ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ എടുത്ത സമയം കിട്ടി, പ്ലസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. നെക്സ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് x/2 അല്ലേ, അവിടെ സഞ്ചരിച്ചത് 60 km/h സ്പീഡിലാണ്. അപ്പോ ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നേരത്തെ നമ്മൾ ചെയ്ത പോലെ 2 × 40 ചെയ്ത പോലെ ഇവിടെ 2 × 60 എന്ന് കിട്ടും. കണ്ടോ? അപ്പോ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസിന്റെ സമയം പ്ലസ് സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസിന്റെ സമയം, ഇത് രണ്ടും കൂട്ടുമ്പോൾ ടോട്ടൽ ടൈം ആയി. സോ ടോട്ടൽ ഡിസ്റ്റൻസ് x/2 + x/2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം x/2 × 40 + x/2 × 60. x/2 + x/2 x തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 40 80 x/80 പ്ലസ് 2 × 60 120 x/120. സംശയമുണ്ടോ? ഇനി ഇവിടെ എക്സ് ഡിവൈഡഡ് ബൈ ഇതിൽ രണ്ടിലും എക്സ് കോമൺ ഇല്ലേ? ആ എക്സിനെ ഇനി വെളിയിലെടുക്കുന്നു. ഇൻറ്റു ബാക്കി ആരുണ്ട്? 1/80 + 1/120. സംശയമില്ലല്ലോ. എക്സും ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, മുകളിലും താഴെ ഉണ്ടല്ലോ, ക്യാൻസൽ ചെയ്ത് കളയാം. 1/180 + 1/120. 1/ ഇതിന് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. കണ്ടോ? 120 × 1 പ്ലസ് 80 × 1 ഡിവൈഡഡ് ബൈ 120 × 80. ഇതിങ്ങനെയാ ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ 1/120 + 80 ഡിവൈഡഡ് ബൈ 80 × 120. അപ്പൊ നോക്കിക്കേ, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1. ഇത് ഈ 1/ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 120 + 80 എത്ര? 200 ഡിവൈഡഡ് ബൈ 120 × 80. ഇനി ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ എത്ര? 80 × 120 ഡിവൈഡഡ് ബൈ 200. അതാണ് ഇതാ ഇവിടെ കിട്ടിയത്. എത്രയാണ്? 80 × 120 ഡിവൈഡഡ് ബൈ 120 + 80 ആയ 200. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 48 km/h എന്ന് കിട്ടും. കണ്ടോ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി. S = D/T. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് എടുത്ത് കൊടുത്താൽ മതി. ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ്, ആവറേജ് ടൈം, പിന്നെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇത് രണ്ടും ഈ ഇക്വേഷൻ അറിയുക. ബേസിക് ആയിട്ടുള്ള ഈ ഫോർമുലയിൽ നിന്ന് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കുമ്പോൾ ആ ഉത്തരം ശരിയായി. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. വെലോസിറ്റി എന്താണ് എന്ന് നോക്കാം. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, അതുപോലെ സ്പീഡിന്റെ വ്യത്യസ്ത രീതിയിലുള്ള എക്സ്പ്രഷനുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആവറേജ് സ്പീഡിന്റെ സ്പീഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. അടുത്തതായി നമുക്ക് നോക്കാം വെലോസിറ്റി എന്താണ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലൂടെയുള്ള സ്പീഡിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സ്പീഡ് വിത്ത് എ പർട്ടിക്കുലർ ഡയറക്ഷൻ, ഒരു നിശ്ചിത ഡയറക്ഷനിലൂടെ
ഉള്ള സ്പീഡ് പ്ലസ് ഡയറക്ഷൻ ആണ്, അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, വെലോസിറ്റി സിമ്പിളായി അതാണ് കേട്ടോ. എന്നാൽ ഡെഫിനിഷനിലേക്ക് പോകുന്നു. എന്താണ്? ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഈസ് കോൾഡ് വെലോസിറ്റി. ഒന്നുകൂടി വായിക്കാം. എന്താണ്? ഒരു പ്രത്യേക ദിശയിലേക്ക് ഡയറക്ഷനിലേക്ക് ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ മാറുകയാണെങ്കിൽ അതിന്റെ സമയത്തിനനുസരിച്ചുള്ള മാറ്റം ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. ഒന്നുകൂടി വായിക്കാം. ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് കോൾഡ് വെലോസിറ്റി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പൊസിഷൻ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ നമ്മളൊരു പേര് വിളിക്കും ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയെ നിങ്ങൾക്ക് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നും വിളിക്കാം. സോ ഇറ്റ് മേ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. Okay, it may also be defined as the time rate of change of displacement. In simple words, speed in a particular direction is called velocity. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വെലോസിറ്റിക്ക് അപ്പോൾ എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. എന്നാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോ സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ വെലോസിറ്റിയോ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ വെലോസിറ്റിക്ക് ഏതൊക്കെ ടൈപ്പ് വാല്യൂസ് പോസിബിൾ ആണ്? അതിനൊരു ഡയറക്ഷൻ ഇല്ലേ? അപ്പോൾ പോസിറ്റീവ് വാല്യൂ പോസിബിൾ ആണ്, നെഗറ്റീവ് വാല്യൂ പോസിബിൾ ആണ്, സീറോയും പോസിബിൾ ആണ്. പക്ഷേ സ്പീഡിന്, ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ സ്പീഡിന് പോസിറ്റീവ് വാല്യൂ ഉള്ളൂ, റെസ്റ്റിലാണെങ്കിൽ സീറോ. അപ്പൊ സ്പീഡിന് 2 വാല്യൂകളെ ഉള്ളൂ പോസിബിൾ ആയിട്ടുള്ള. ഏതൊക്കെയാണ്? സീറോയും പോസിറ്റീവും. പക്ഷേ വെലോസിറ്റിക്ക് പോസിറ്റീവ് വാല്യൂ ആകാം, നെഗറ്റീവ് വാല്യൂ ആകാം, സീറോ വാല്യൂ ആകാം. കാര്യം എന്താണ്? അത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കുള്ള സ്പീഡാണ്, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലൂടെയുള്ള ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. ഓക്കെ, ശരി. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ്. മോഷന്റെ സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ, ഇപ്പൊ നമ്മളെല്ലാം പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ കേസാണ് കേട്ടോ. മോഷന്റെ സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്തിടത്തോളം സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ? ഡയറക്ഷൻ മാറാത്തിടത്തോളം സ്പീഡും വെലോസിറ്റിയും നമുക്ക് ഇന്റർചേഞ്ചബിൾ ആയി പറഞ്ഞുകൊണ്ടേയിരിക്കാം. സ്പീഡും വെലോസിറ്റി ഒന്ന് തന്നെയാണ് എപ്പോ ആ പാർട്ടിക്കിൾ അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാത്തിടത്തോളം കാലം. ഞാൻ വായിക്കുകയാണ്. ഇഫ് ദ പാർട്ടിക്കിൾ ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ then the magnitude of velocity is known as speed. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് നിങ്ങൾ വിളിക്കുന്ന പേരാണ് സ്പീഡ്. ഇത്രയും ക്ലിയർ ആയല്ലോ? നോട്ടിലൊന്ന് എഴുതാം. ബാക്കി എന്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, നോക്കിക്കേ, നമ്മൾ സ്പീഡിന്റെ കേസിൽ പറഞ്ഞ പോലെ വെലോസിറ്റിയും എന്ത് ചെയ്യാം? വ്യത്യസ്ത രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. വ്യത്യസ്ത ടേമുകൾ പഠിക്കാം അതുമായി ബന്ധപ്പെട്ട. ഒന്നാമത്തത് യൂണിഫോം സ്പീഡ് പറഞ്ഞതുപോലെ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം സ്പീഡ് പറഞ്ഞപ്പോ എന്തായിരുന്നു? ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമില് ഈക്വൽ ഡിസ്റ്റൻസുകളാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ വസ്തുവിന് യൂണിഫോം സ്പീഡായിരിക്കും. അപ്പൊ ഇവിടെയോ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റുകളാണ് കവർ ചെയ്യുന്നതെങ്കിൽ, ഒരു പ്രത്യേക ദിശയിലാണ് ദൂരം കവർ ചെയ്യുന്നത് എങ്കിൽ ആ ഒബ്ജക്റ്റിന് യൂണിഫോം വെലോസിറ്റിയാണ് എന്ന് പറയാം. ഞാനൊന്ന് വായിക്കുകയാണ്. An object is said to move with uniform velocity if it covers equal displacements in equal intervals of time, howsoever small these intervals of time may be. ഈ സമയത്തിന്റെ ഇന്റർവെലുകൾ എത്ര കുറവോ ആയിക്കൊള്ളട്ടെ, ഈക്വൽ ഇന്റർവെൽസിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റുകൾ ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന് യൂണിഫോം വെലോസിറ്റിയാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, യൂണിഫോം വെലോസിറ്റി യൂണിഫോം സ്പീഡും ഇന്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം. എപ്പോ?
ഡയറക്ഷൻ മാറാത്തിടത്തോളം കാലം വെലോസിറ്റിയും സ്പീഡ് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം, ഒന്നായിട്ട് കരുതാം. പക്ഷേ ഡയറക്ഷനും കൂടി ചേർത്ത് പറയുമ്പോൾ വ്യത്യാസമാണ്. ഓക്കെ, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അങ്ങനെയാണ് ജേർണി എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന് യൂണിഫോം വെലോസിറ്റി ആണ് എന്ന് പറയാം. ഓക്കെ, അടുത്തതായി വരുന്നു വേരിയബിൾ വെലോസിറ്റി. എന്താണ് വേരിയബിൾ വെലോസിറ്റി? നേരത്തെ നമ്മൾ വേരിയബിൾ സ്പീഡിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. വേരിയബിൾ സ്പീഡിന്റെ കേസിൽ പറഞ്ഞ എന്താണ്? രണ്ട് കേസ് പറഞ്ഞു. ഒരു വസ്തുവിന് വേരിയബിൾ വെലോസിറ്റി ആണെന്ന് പറയാം. എപ്പോഴൊക്കെ പറയാം? ഈക്വൽ ഡിസ്പ്ലേസ്മെന്റുകൾ അൺഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുമ്പോഴോ, അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുമ്പോഴോ നമുക്കൊരു വസ്തുവിന് വേരിയബിൾ വെലോസിറ്റി ആണെന്ന് പറയാം. പക്ഷേ സ്പീഡിന്റെ കേസ് നമ്മൾ പറഞ്ഞ എന്താണ്? ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസുകളാണ് കവർ ചെയ്യുന്നത്, ഈക്വൽ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിലോ അതുപോലെ തന്നെ ഈക്വൽ ഡിസ്റ്റൻസുകൾ അൺഈക്വൽ ഇന്റർവെൽസ് കവർ ചെയ്യുന്നു. ഇപ്പൊ 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് 1 മണിക്കൂറിൽ കവർ ചെയ്താൽ തൊട്ടടുത്ത 60 കിലോമീറ്റർ കവർ ചെയ്യുന്നത് 1.5 മണിക്കൂറിലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അൺഈക്വൽ ഇന്റർവെൽസ് ആണ്, പക്ഷെ ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിലും വേരിയബിൾ സ്പീഡ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താണ്? ആ ഡിസ്റ്റൻസിന് പകരം ഡയറക്ഷൻ കൂടി ചേർത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ മതി, വേരിയബിൾ വെലോസിറ്റി ആയി. അപ്പൊ ഞാൻ വായിക്കുകയാണ്. An object is said to move with variable velocity if it covers equal displacements in unequal intervals of time. കണ്ടോ, equal displacements in unequal intervals of time or unequal displacements in equal intervals of time, howsoever small these intervals of time may be. ഈ ഇന്റർവെൽസ്, ഈ ടൈം ഇന്റർവെൽ എത്രത്തോളം ചെറുതായാലും ഒരു കുഴപ്പവുമില്ല എന്നാ പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു വസ്തു ഈക്വൽ ഡിസ്പ്ലേസ്മെന്റുകൾ അൺഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുമ്പോഴോ അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റുകൾ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെങ്കിലോ ആ വസ്തുവിന് യൂണിഫോം വെലോസിറ്റി അല്ല, പിന്നെ വേരിയബിൾ വെലോസിറ്റി. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറുന്നത് എന്നാണ് അർത്ഥം. വേരിയബിൾ വെലോസിറ്റി, സംശയമില്ലല്ലോ. ഓക്കെ, ആവറേജ് വെലോസിറ്റി എന്താണ്? നമ്മൾ ആവറേജ് സ്പീഡിൽ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്? ഞാൻ വായിക്കാം. ദി ആവറേജ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ദാറ്റ് യൂണിഫോം വെലോസിറ്റി with which the object undergoes the same displacement in a given time as it undergoes while moving with variable velocity during the given time. ഒരു നിശ്ചിത സമയം വേരിയബിൾ വെലോസിറ്റിയോട് കൂടിയാണ് പോകുന്നതെങ്കിൽ, അതായത് ഓരോ ഇൻസ്റ്റന്റിൽ വെലോസിറ്റി മാറി മാറിയാണ് പോകുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതേ ടൈം ഇന്റർവെല്ലിൽ ഇതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടിയാണ് പോകുന്നത് എങ്കിൽ, ഇതേ വേരിയബിൾ വെലോസിറ്റിയോട് കൂടി പോയ അവസരത്തിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടി ആണ് പോയിരുന്നതെങ്കിലോ ആ കോൺസ്റ്റന്റ് വെലോസിറ്റി, ആ യൂണിഫോം വെലോസിറ്റിയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? ആവറേജ് വെലോസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ്, നേരത്തെ ആവറേജ് സ്പീഡ് പറയുമ്പോൾ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ടു ടോട്ടൽ ടൈം ഇന്റർവെൽ ആണ്. ഇവിടെയാണെങ്കിലോ ആവറേജ് വെലോസിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ കറസ്പോണ്ടിങ് ടൈം ഇന്റർവെൽ. അവിടെ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. നോക്കൂ, ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ആരോ കൊടുത്തിരിക്കുന്ന അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അത് നമ്മൾ അടുത്ത ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ആരോ കൊടുത്താൽ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. So if delta x is the displacement undergone in time delta t, then the average velocity delta t എന്നുള്ള സമയത്ത് delta x ആണ് ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ചെയ്തതെങ്കിൽ ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല delta x by delta t, വെക്ടർ delta x by delta t എന്നാണ്. ക്ലിയർ ആയല്ലോ? ആവറേജ് വെലോസിറ്റി എന്താണ്? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുക. ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അതായത് വേരിയബിൾ വെലോസിറ്റിയോട് കൂടി ഒരു നിശ്ചിത ടൈം ഇന്റർവെല്ലിൽ വെലോസിറ്റി മാറിയാണ് പോയത് ആ നിശ്ചിത ടൈം ഇന്റർവെല്ലിൽ. അപ്പോൾ അതേ ടൈം ഇന്റർവെല്ലിൽ ഈ വേരിയബിൾ വെലോസിറ്റി ആയി പോയ സ്ഥാനത്ത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി, മാറ്റമില്ലാത്തൊരു വെലോസിറ്റിയോട് കൂടിയാണ് പോയതെങ്കിലോ ആ മാറ്റമില്ലാതെ പോയ ഓരോ ഇൻസ്റ്റന്റിലും ഒരേ വെലോസിറ്റിയോട് കൂടിയാണ് പോയതെങ്കിൽ ആ മാറ്റമില്ലാതെ പോയ വെലോസിറ്റി, ആ കോൺസ്റ്റന്റ് വെലോസിറ്റി, ആ യൂണിഫോം വെലോസിറ്റി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് വെലോസിറ്റി. ഓൺ ദി ആവറേജ് ആ പാർട്ടിക്കിളിന് ഈ ടൈം ഇന്റർവെല്ലിൽ ഈ വെലോസിറ്റി ആണെന്ന് നമുക്ക് പറയാം. ദാറ്റ്സ് വെലോസിറ്റി ഈസ് കോൾഡ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ അത് കൃത്യമായി ഒന്ന് എഴുതി പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നോക്കൂ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് പറഞ്ഞ എന്താണ്? ആവറേജ് സ്പീഡ് പറഞ്ഞതിന് ശേഷം ഒരു പാർട്ടിക്കിളിന്റെ
അതിന്റെ പാത്തിലെ ഒരു പ്രത്യേക ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലെ ഒരു പ്രത്യേക ഇൻസ്റ്റന്റിലെ, അതായത് ഒരു ഇന്റർവെല്ലിലെ സ്പീഡല്ല, ഒരു ഇൻസ്റ്റന്റിലെ, ഒരു മാത്തമാറ്റിക്കൽ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലെ ആ ഇൻസ്റ്റന്റിലെ അതിന്റെ സ്പീഡ് എത്രയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണെന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഞാൻ വായിക്കുകയാണ്. ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഓർ അറ്റ് എനി പോയിന്റ് ഓഫ് ഇറ്റ്സ് പാത്ത്. ഏത് പ്രത്യേക ഇൻസ്റ്റന്റിലോ ആ പാത്തിലെ ഏതെങ്കിലും ഒരു നിശ്ചിത പോയിന്റിലെയോ ആ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലെ പിന്നെ വെലോസിറ്റി നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. സംശയമില്ലല്ലോ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതെന്ത് തന്നെയായിരിക്കും? ഈ ടൈം ഇന്റർവെൽ കണ്ടില്ലേ, ഇത് വളരെ ചുരുക്കി ഈ ടൈം ഇന്റർവെൽ, ഈ സമയ വ്യത്യാസത്തെ നിങ്ങൾ ചുരുക്കി ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് ഈ ടൈം ഇന്റർവെല് 0യിലേക്ക് അടുക്കുമ്പോൾ, ആ പ്രത്യേക ഇൻസ്റ്റന്റിലേക്ക് അടുക്കുമ്പോൾ, അതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് കൊടുക്കണ്ടേ? ലിമിറ്റ് ഓഫ് ദി ആവറേജ് വെലോസിറ്റി അല്ലേ സ്പീഡ് പറഞ്ഞതുപോലെ? ലിമിറ്റ് നമ്മൾ പറഞ്ഞല്ലേ, ലിമിറ്റ് കൺസെപ്റ്റ് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ പഴയ കാൽക്കുലസിന്റെ ആ നോട്ട്സ് എടുത്ത് നോക്കാവുന്നതാണ്. എന്താണ് ലിമിറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പൊ ബാക്കി എന്താണ് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആ ഫോർമുലയിലേക്ക് പോകാം. ഫോർമുല അറിയാലോ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതാണ് ലിമിറ്റ് ഓഫ് ദി ആവറേജ് വെലോസിറ്റി ആസ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നാണ്. ഓക്കെ, അത് നോക്കാം നമുക്ക്. കണ്ടോ, instantaneous velocity is the limiting value of average velocity as delta t approaches 0. അതിനെ നമ്മൾ v വെക്ടർ ഈ ആരോ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ പറയാം അതിനെ? v is equal to limit delta t tends to 0 delta x by delta t. അതിനെയാണ് dx by dt എന്ന് പറയുന്നത് വെക്ടർ. കണ്ടോ, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അത് നമ്മൾ കഴിഞ്ഞ സ്പീഡും വെലോസിറ്റി ഒന്ന് തന്നെയാണ്. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ വെലോസിറ്റി ആകുന്നു. അപ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ എന്ത് വിളിക്കാം? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, വെക്ടർ ഇല്ലാതെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, മാഗ്നിറ്റ്യൂഡ് ആണ്. വെക്ടർ വെച്ചാൽ പിന്നെ അത് മാറുന്നു. ഓക്കെ, ഒരു ഓട്ടോമൊബൈലിന്റെ സ്പീഡോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് പറയും? സ്പീഡാണ് മെഷർ ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയരുത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്. ആ ഇൻസ്റ്റന്റിൽ, നിങ്ങൾ നോക്കുന്ന ഇൻസ്റ്റന്റിൽ അതിന്റെ സ്പീഡ് എത്രയാണ്, അതാണ് സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത്. ആവറേജ് സ്പീഡ് അല്ല, പിന്നെയോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ വെലോസിറ്റിയുടെ വ്യത്യസ്തമായ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക, കൃത്യമായി പഠിക്കുക. ഓക്കെ, വെലോസിറ്റി സ്പീഡും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കുക. സ്പീഡും വെലോസിറ്റി ഒന്ന് തന്നെയാണ്, പക്ഷേ ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിശ, ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്ത് പറയുന്നു. സ്പീഡ് എന്നാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, വെലോസിറ്റി എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പോലെയുള്ള ഈ കാര്യങ്ങളാണ്. അത് നിങ്ങൾ പ്രത്യേകം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഈ എക്സ്പ്രഷനെ വിളിക്കുന്ന പേരെന്താണ്? ഡെറിവേറ്റീവ് എന്നാണ് അല്ലെ. ഡെറിവേറ്റീവ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ, ലിമിറ്റ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ കാൽക്കുലസിന്റെ പ്രാഥമിക പാഠങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ഇച്ചിരി സമയം എടുക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, സഹിഷ്ണുതയോടെ പേഷ്യൻസും കോൺസെൻട്രേഷനും അത് മാത്രം മതി. അത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ഉപയോഗിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. The position of an object moving along x-axis is given by x is equal to a plus b t square, where a is equal to 8.5 meter, b is equal to 2.5 meter per second square, and t is measured in seconds. What is its velocity at t is equal to 0 second and t is equal to 2 seconds? What is the average velocity between t is equal to 2 seconds and t is equal to 4 seconds? സംശയമുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കൂ. ഞാൻ പെട്ടെന്ന് പറയാം. ക്വസ്റ്റ്യൻ അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു വസ്തു എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുകയാണ്, സമയത്തിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്. ഓക്കെ, പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇതൊരു ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ കാൽക്കുലസ് പറഞ്ഞപ്പോ?
സമയത്തിനനുസരിച്ച് ആര് മാറുന്നുണ്ട്, പൊസിഷൻ മാറുന്നുണ്ട്. ഇപ്പൊ ടിക്ക് പകരം നിങ്ങൾ 1 ഇട്ട് കൊടുക്കൂ, 2 ഇട്ട് കൊടുക്കൂ, 3 ഇട്ട് കൊടുക്കൂ, 0.5 ഇട്ട് കൊടുക്കൂ. ഓരോ വാല്യൂവിനനുസരിച്ച് ആര് മാറും, ഈ എക്സ് മാറും. എയുടെയും ബിയുടെയും വാല്യൂകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. എ 8.5 മീറ്റർ ആണ്. എന്തുകൊണ്ടാണ് മീറ്റർ എന്ന് വന്നത്? ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നോക്കിയാൽ പോരെ. ഇവിടെയുള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻ തുല്യമാണ് RHSലെ LHSലെയും. LHS എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ എക്സ് ആണ്, പൊസിഷൻ ആണ്, അത് ലെങ്ത് ആണ് അല്ലേ. അപ്പൊ അതേ ഡയമെൻഷൻ ആയിരിക്കുമല്ലോ എക്കും. അപ്പൊ എക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എത്രയാണ്, 8.5 മീറ്റർ ആണ്, മീറ്റർ. അതുപോലെ ബി ടി സ്ക്വയർ ആണ്. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ക്വയർ ആണ്. സെക്കൻഡ് സ്ക്വയർ ആണ്, മൊത്തത്തിൽ മീറ്റർ വരെയും ചെയ്യണം. അപ്പൊ ബിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയാൽ മാത്രമേ സെക്കൻഡ് സ്ക്വയറും പോയി മീറ്റർ വരികയുള്ളൂ. അപ്പൊ ബിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വാല്യൂ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, 2.5 ആണ്. അപ്പൊ അതിന്റെ ഈ രണ്ട് എയും ബിയും മാറില്ല, മാറുന്നത് ടി മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പാർട്ടിക്കിളിന്റെ, ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷനാണ്, വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോ? അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ് ആൻഡ് ടി ഈസ് ഈക്വൽ ടു 2.0 സെക്കൻഡ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടൈം ഇന്റർവെല്ലിലെ വെലോസിറ്റി അല്ല, അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് 0 സെക്കൻഡിൽ എന്തായിരിക്കും വെലോസിറ്റി, 2 സെക്കൻഡിൽ ആ സെക്കൻഡ് ക്ലിക്ക് ചെയ്യുമ്പോ എന്തായിരിക്കും വെലോസിറ്റി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് മാത്രമാണോ? അല്ല, പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദിസ് ഒബ്ജെക്ട് ബിറ്റ്വീൻ 2 സെക്കൻഡ് ആൻഡ് 4 സെക്കൻഡ്. അപ്പോൾ 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെയുള്ള ടൈം ഇന്റർവെല്ലിൽ ഈ ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി എത്ര എന്നും കണ്ടുപിടിക്കണം. ഇത് NCERT ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ആണ്, സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഈ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്, അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ് ആൻഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 2.0 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഫോർമുല നമ്മൾ പറഞ്ഞല്ലേ, എന്താണ്? v ഈക്വൽ ടു dx/dt. അതായത് എക്സ് ഏതാണോ ഫംഗ്ഷൻ അതിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഡെറിവേറ്റീവ് എന്നല്ലേ വിളിക്കുക. ഡെറിവേറ്റീവ് എടുക്കുന്ന പ്രോസസ്സിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പൊ d/dt ഓഫ് എക്സ്, എക്സിന് പകരം ആരെ കൊടുക്കാം? നമ്മുടെ ഫോർമുല എത്രയാണ്? a+bt². അതെടുത്ത് കൊടുത്താൽ പോരെ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് സം ഫംഗ്ഷൻ പ്ലസ് അനദർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡെറിവേറ്റീവുകൾ എടുത്ത് കൂട്ടുന്നതിന് തുല്യമാണ്. അത് നിങ്ങൾ ഡെറിവേറ്റീവ് പഠിക്കുമ്പോൾ മനസ്സിലാക്കും കേട്ടോ. അതായത് d/dt ഓഫ് a+bt² എന്ന് പറഞ്ഞാൽ d/dt ഓഫ് a പ്ലസ് d/dt ഓഫ് bt². ഇനി a എന്നതൊരു കോൺസ്റ്റന്റ് ആണ്, അതിന് സമയത്തിനനുസരിച്ച് മാറ്റമുണ്ടോ? ഇല്ല. സോ d/dt ഓഫ് a ഈസ് 0. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, നമ്മളവിടെ പറഞ്ഞതാണ്. പ്ലസ് d/dt ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ. ആ കോൺസ്റ്റന്റ് ഇനി വെളിയിലെടുക്കുന്നു, ബി ഇനി വെളിയിലെടുത്തിട്ട് ബാക്കി d/dt ഓഫ് t². ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മാറ്റി പ്ലസ് ബി ഇൻറ്റു, നോക്കൂ നിങ്ങൾക്കറിയാം d/dx ഓഫ് x⁻n നമ്മൾ കണ്ടുപിടിച്ചല്ലേ കുട്ടികളെ അന്ന്. അതിന്റെ ഫോർമുല എന്താണ്? n x⁻n-1 എന്നാണ്. അതായത് x⁻n എന്നുള്ള ഫംഗ്ഷനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഈ വേരിയബിൾ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? t⁻⁻, അതിനെ t കൊണ്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്, ഈ സിമ്പിൾ മാറുന്നേ ഉള്ളൂ. ഫോർമുല എന്താണ്? n x⁻n-1. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും പറയൂ? t² അല്ലേ? d/dt ഓഫ് t² ആണല്ലേ. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? n x⁻n-1. അപ്പം ഈ പവർ ആദ്യം എഴുതും 2, പിന്നെ സിമ്പൽ ടി ആണ്, t⁻n-1. n 2 ആണ്, 2 - 1 is 1. സോ കണ്ടോ, 2t⁻2-1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എത്രയാണ്? 2t⁻2 - 1 ആണ്. അപ്പൊ t⁻1 t തന്നെയാണ്. സോ ബി ഇൻറ്റു 2t 2bt. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബിക്ക് ഒരു വാല്യൂ നമുക്കില്ലേ, എത്രയാണ്? 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ വാല്യൂ ഇവിടെ കൊടുക്കുന്നു 2.5 ചെയ്യുമ്പോൾ 5.0 അല്ലെങ്കിൽ 5 ഇൻറ്റു ടി, ഒരു വേരിയബിൾ ഉണ്ട് ഇവിടെ, ഇൻറ്റു ടി മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് വെലോസിറ്റിയുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഫോർമുല. കണ്ടോ, പൊസിഷൻ ഏതായിരുന്നു? a+bt² എന്നതായിരുന്നു പൊസിഷൻ. അതിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഫോർമുല കിട്ടി. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എപ്പോ ടിയുടെ വാല്യൂ 0 ആകുമ്പോഴും ടിയുടെ വാല്യൂ 2 ആകുമ്പോഴും. എളുപ്പമല്ലേ? ടിക്ക് 0 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക.
അതാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇപ്പോൾ ആൻസർ ചെയ്ത് തീർക്കാൻ പോവുകയാണ്. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 വി എത്രയാണ്? നമുക്ക് കിട്ടിയത് 5 × t ആണ് അല്ലേ. ടി 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 5 × 0 0 കിട്ടും, 0 മീറ്റർ പെർ സെക്കൻഡ്. ടി 2 കൊടുക്കുമ്പോഴോ 5 × 2 10 കിട്ടും. അപ്പൊ ആദ്യത്തെ പാർട്ട് ശരിയായില്ലേ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് 0 സെക്കൻഡ് 0 മീറ്റർ പെർ സെക്കൻഡ്, അറ്റ് പിന്നെ 2 സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ശരി. അപ്പോ ഇതിന്റെ ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. The position of an object moving along x-axis is given by x is equal to a plus b t square, where a is equal to 8.5 meter, b is equal to 2.5 meter per second square, and t is measured in seconds. What is its velocity at t is equal to 0 second and t is equal to 2 seconds? What is the average velocity between t is equal to 2 seconds and t is equal to 4 seconds? സംശയമുണ്ടോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കൂ, ഞാൻ പെട്ടെന്ന് പറയാം. ക്വസ്റ്റ്യൻ അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു വസ്തു എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുകയാണ്, സമയത്തിനനുസരിച്ച് അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്. ഓക്കെ, പൊസിഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇതൊരു ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ ഫംഗ്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ കാൽക്കുലസ് പറഞ്ഞപ്പോ? സമയത്തിനനുസരിച്ച് ആര് മാറുന്നുണ്ട്? പൊസിഷൻ മാറുന്നുണ്ട്. ഇപ്പൊ ടിക്ക് പകരം നിങ്ങൾ 1 ഇട്ട് കൊടുക്കൂ, 2 ഇട്ട് കൊടുക്കൂ, 3 ഇട്ട് കൊടുക്കൂ, 0.5 ഇട്ട് കൊടുക്കൂ. ഓരോ വാല്യൂവിനനുസരിച്ച് ആര് മാറും? ഈ എക്സ് മാറും. എയുടെയും ബിയുടെയും വാല്യൂകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. എ 8.5 മീറ്റർ ആണ്. എന്തുകൊണ്ടാണ് മീറ്റർ എന്ന് വന്നത്? ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് നോക്കിയാൽ പോരെ. ഇവിടെയുള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻ തുല്യമാണ്, RHS-ലെ LHS-ലെയും. LHS എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ എക്സ് ആണ്, പൊസിഷൻ ആണ്, അത് ലെങ്ത് ആണ് അല്ലേ. അപ്പൊ അതേ ഡയമെൻഷൻ ആയിരിക്കുമല്ലോ എക്കും. അപ്പൊ എക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എത്രയാണ്? 8.5 മീറ്റർ ആണ്, മീറ്റർ. അതുപോലെ ബി ടി സ്ക്വയർ ആണ്. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ക്വയർ ആണ്. സെക്കൻഡ് സ്ക്വയർ ആണ്, മൊത്തത്തിൽ മീറ്റർ വരെയും ചെയ്യണം. അപ്പൊ ബിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയാൽ മാത്രമേ സെക്കൻഡ് സ്ക്വയറും പോയി മീറ്റർ വരികയുള്ളൂ. അപ്പൊ ബിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വാല്യൂ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, 2.5 ആണ്. അപ്പൊ അതിന്റെ ഈ രണ്ട് എയും ബിയും മാറില്ല, മാറുന്നത് ടി മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പാർട്ടിക്കിളിന്റെ, ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷനാണ്, വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. എപ്പോ? അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ് ആൻഡ് ടി ഈസ് ഈക്വൽ ടു 2.0 സെക്കൻഡ്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടൈം ഇന്റർവെല്ലിലെ വെലോസിറ്റി അല്ല, അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് 0 സെക്കൻഡിൽ എന്തായിരിക്കും വെലോസിറ്റി? 2 സെക്കൻഡിൽ, ആ സെക്കൻഡ് ക്ലിക്ക് ചെയ്യുമ്പോ എന്തായിരിക്കും വെലോസിറ്റി? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് മാത്രമാണോ? അല്ല, പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. What is the average velocity of this object between 2 second and 4 second? അപ്പോൾ 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെയുള്ള ടൈം ഇന്റർവെല്ലിൽ ഈ ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി എത്ര എന്നും കണ്ടുപിടിക്കണം. ഇത് NCERT ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ആണ്, സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഈ ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്, അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ് ആൻഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 2.0 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഫോർമുല നമ്മൾ പറഞ്ഞതിൽ എന്താണ്? v ഈക്വൽ ടു dx/dt. അതായത് എക്സ് ഏതാണോ ഫംഗ്ഷൻ അതിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഡെറിവേറ്റീവ് എന്നല്ലേ വിളിക്കുക. ഡെറിവേറ്റീവ് എടുക്കുന്ന പ്രോസസ്സിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പൊ d/dt ഓഫ് എക്സ്, എക്സിന് പകരം ആരെ കൊടുക്കാം? നമ്മുടെ ഫോർമുല എത്രയാണ്? a പ്ലസ് ബി ടി സ്ക്വയർ. അതെടുത്ത് കൊടുത്താൽ പോരെ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് സം ഫംഗ്ഷൻ പ്ലസ് അനദർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡെറിവേറ്റീവുകൾ എടുത്ത് കൂട്ടുന്നതിന് തുല്യമാണ്. അത് നിങ്ങൾ ഡെറിവേറ്റീവ് പഠിക്കുമ്പോൾ മനസ്സിലാക്കും കേട്ടോ. അതായത് d/dt ഓഫ് a പ്ലസ് ബി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ d/dt ഓഫ് a പ്ലസ് d/dt ഓഫ് ബി ടി സ്ക്വയർ. ഇനി a എന്നതൊരു കോൺസ്റ്റന്റ് ആണ്, അതിന് സമയത്തിനനുസരിച്ച് മാറ്റമുണ്ടോ? ഇല്ല. സോ d/dt ഓഫ് a ഈസ് 0. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, നമ്മളവിടെ പറഞ്ഞതാണ്. പ്ലസ് d/dt ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ. ആ കോൺസ്റ്റന്റിനെങ്കിൽ വെളിയിലെടുക്കുന്നു ബി, ഇനി വെളിയിലെടുത്തിട്ട് ബാക്കി d/dt ഓഫ് ടി സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മാറ്റി പ്ലസ് ബി ഇൻറ്റു. നോക്കൂ, നിങ്ങൾക്കറിയാം d/dx ഓഫ് എക്സ് റൈസ് ടു n നമ്മൾ കണ്ടുപിടിച്ച എല്ലാ കുട്ടികളെ അന്ന്. അതിന്റെ ഫോർമുല എന്താണ്? n എക്സ് റൈസ് ടു n-1 എന്നാണ്. അതായത് എക്സ് റൈസ് ടു n എന്നുള്ള ഫംഗ്ഷനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഈ വേരിയബിൾ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്?
ടി റൈസ് ടു സം പവർ അതിനെ ടി കൊണ്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്, ഈ സിമ്പിൾ മാറുന്നേ ഉള്ളൂ. ഫോർമുല എന്താണ്? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും പറയൂ? ടി സ്ക്വയർ അല്ലേ? ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ആണല്ലേ. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പം ഈ പവർ ആദ്യം എഴുതും 2, പിന്നെ സിമ്പൽ ടി ആണ്, ടി റൈസ് ടു എൻ മൈനസ് വൺ. എൻ 2 ആണ്, 2 മൈനസ് 1 ഈസ് 1. സോ കണ്ടോ, 2t റൈസ് ടു 2 മൈനസ് 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എത്രയാണ്? 2t റൈസ് ടു 2 മൈനസ് 1 1 ആണ്. അപ്പൊ ടി റൈസ് ടു 1 ടി തന്നെയാണ്. സോ ബി ഇൻറ്റു 2t 2bt. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബിക്ക് ഒരു വാല്യൂ നമുക്കില്ലേ? എത്രയാണ്? 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ വാല്യൂ ഇവിടെ കൊടുക്കുന്നു 2.5 ചെയ്യുമ്പോൾ 5.0 അല്ലെങ്കിൽ 5 ഇൻറ്റു ടി, ഒരു വേരിയബിൾ ഉണ്ട് ഇവിടെ, ഇൻറ്റു ടി മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതാണ് വെലോസിറ്റിയുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഫോർമുല. കണ്ടോ, പൊസിഷൻ ഏതായിരുന്നു? എ പ്ലസ് ബി ടി സ്ക്വയർ എന്നതായിരുന്നു പൊസിഷൻ. അതിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഫോർമുല കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എപ്പോ ടിയുടെ വാല്യൂ 0 ആകുമ്പോഴും ടിയുടെ വാല്യൂ 2 ആകുമ്പോഴും. എളുപ്പമല്ലേ? ടിക്ക് 0 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. അതാണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇപ്പൊ ആൻസർ ചെയ്ത് തീർക്കാൻ പോവുകയാണ്. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 വി എത്രയാണ്? നമുക്ക് കിട്ടിയത് 5 ഇൻറ്റു ടി ആണ് അല്ലേ. ടി 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 5 ഇൻറ്റു 0 0 കിട്ടും, 0 മീറ്റർ പെർ സെക്കൻഡ്. ടി 2 കൊടുക്കുമ്പോഴോ 5 ഇൻറ്റു 2 10 കിട്ടും. അപ്പൊ ആദ്യത്തെ പാർട്ട് ശരിയായില്ലേ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് 0 സെക്കൻഡ് 0 മീറ്റർ പെർ സെക്കൻഡ്, അറ്റ് പിന്നെ 2 സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ശരി. അപ്പോ ഇതിന്റെ ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം, ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ ആണ്. ഇതാണ് ഇക്വേഷൻ. എയുടെയും ബിയുടെയും വാല്യൂ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവറേജ് വെലോസിറ്റി എവിടെ മുതൽ എവിടെ വരെയാ? ഏത് ഇന്റർവെൽ മുതൽ ഏത് ഇന്റർവെൽ വരെ? 2 സെക്കൻഡ് മുതൽ ടു എത്രയാണ്? ടി ഇസ് ഈക്വൽ ടു 4 സെക്കൻഡ് വരെ, 2 മുതൽ 4 വരെ. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലെ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്? 2 സെക്കൻഡ് എന്നുള്ള സമയത്ത് നിങ്ങൾക്കൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു ഒറിജിനിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ്. ഇനി 4 സെക്കൻഡ് സമയമായപ്പോൾ ഒറിജിനിൽ നിന്ന് മെഷർ ചെയ്ത് എത്രയാണ്? എക്സ്, പിന്നെ ഇത് 1 ആണെങ്കിൽ ഇത് x2 ആണ്. എങ്കിൽ നിങ്ങൾ ഇപ്പോ 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ ഇതാണ് 2 സെക്കൻഡില് നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് x1 ആയിരുന്നു. 4 സെക്കൻഡ് ആയപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് x2 ആയി. ഇതെല്ലാം മെഷർ ചെയ്യുന്നത് ആ ഒരു ഒറിജിനിൽ നിന്നാണ്. ഇത് x1, ഇത് x2. അപ്പോ 2 സെക്കൻഡ് മുതൽ, ഇതാണ് രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോ ഇതായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ 4ാമത്തെ സെക്കൻഡ് ആയപ്പോ ഇതായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്. എങ്കിൽ 2 മുതൽ 4 വരെ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്രയല്ലേ ഉള്ളൂ. അത് x2 മൈനസ് x1 അല്ലേ. ഈ x2ൽ നിന്ന് ഈ x1 കുറയ്ക്കുമ്പോൾ ഇത്രയും കിട്ടില്ലേ? അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. x2 എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം എത്രയാണ്? അറ്റ് ടൈം 4 സെക്കൻഡ്. 4 സെക്കൻഡ് ഉള്ളപ്പോ ഇയാൾക്ക് ഇത്രയും പൊസിഷൻ ആയിരുന്നു. ഇതായിരുന്നു ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിലെ ഡിസ്റ്റൻസ്. മൈനസ് x1 എത്രയായിരുന്നു? 2ാമത്തെ സെക്കൻഡ് ക്ലിക്ക് ചെയ്തപ്പോ ഇയാൾ ഇവിടെ എത്തി. ഓക്കെ, അപ്പോ ഈ x2 മൈനസ് x1 ആണ് എന്ത്? ഈ ഡിസ്പ്ലേസ്മെന്റ്. സോ x അറ്റ് 4 സെക്കൻഡ് മൈനസ് x അറ്റ് 2 സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ ടൈം എത്രയാണ്? 2 മുതൽ 4 വരെ എന്നല്ലേ. അപ്പൊ 4 മൈനസ് 2 4 മൈനസ് 2 2 സെക്കൻഡ്. അതല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന ആവറേജ് വെലോസിറ്റിയുടെ ബേസിക് ഫോർമുല ഉപയോഗിച്ചെന്നേ ഉള്ളൂ. എന്താണ്? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണിത്, ഡിവൈഡഡ് ബൈ ടൈം, ഡെൽറ്റ ടി, ടൈം ഇന്റർവെൽ. ഓക്കെ, അപ്പൊ എക്സ് അറ്റ് 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? നമ്മുടെ ഈ ബേസിക് ഇക്വേഷനിലെ എയുടെയും ബിയുടെയും വാല്യൂ നമുക്കറിയാം. ഓക്കെ, ടിക്ക് പകരം ആരിട്ട് കൊടുത്താൽ മതി? 4 ഇട്ട് കൊടുത്താൽ മതി. അപ്പോ ആദ്യത്തെ ഇതായി. അതുപോലെ ഇതേ ഇക്വേഷനിൽ ടിക്ക് പകരം 2 ഇട്ട് കൊടുത്താൽ ആരാവും? 2ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആവും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആവും. അത് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോ ഏതാണ് നമ്മുടെ ഇക്വേഷൻ? ഏതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ? എ പ്ലസ് ബി ടി സ്ക്വയർ ആണ്. അതില് എക്സ് അറ്റ് 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടിക്ക് പകരം 4 ഇട്ട് കൊടുക്കുക. ഇവിടെ 4 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും?
4ന്റെ സ്ക്വയർ 16, 16 ഇൻറ്റു ബി കണ്ടോ, എ പ്ലസ് 16b എന്ന് കിട്ടും. നമുക്ക് ചെയ്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം എയുടെ ബിയുടെ വാല്യൂ. മൈനസ് എക്സ് അറ്റ് 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ടിക്ക് പകരം 2 ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 2 സ്ക്വയർ 4 എ പ്ലസ് 4b മൈനസ് എ പ്ലസ് 4b. അപ്പൊ നോക്കിക്കേ, എ പ്ലസ് 16b മൈനസ് എ, മൈനസ് അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 4b ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 എത്ര 2. സംശയമൊന്നുമില്ലല്ലോ. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എ മൈനസ് എ, ഇവിടെ പ്ലസ് എ മൈനസ് എ അത് ക്യാൻസൽ ചെയ്ത് പോവും. 16b മൈനസ് 4b, 16bയിൽ നിന്ന് 4b കുറച്ച് എത്ര കിട്ടും, 12b ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ബി. ഓക്കെ, അപ്പൊ എ നമുക്ക് ആവശ്യമില്ലല്ലോ, എ കൊടുക്കണ്ട. എ എല്ലാം കൊടുത്ത് കോംപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഇങ്ങനെയല്ലേ റെഡ്യൂസ് ചെയ്ത് ചെയ്യാം. സോ 6 ഇൻറ്റു ബി, ബിയുടെ വാല്യൂ നമുക്ക് എത്രയാണ്, 2.5. നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് കണ്ടോ, ബിയുടെ വാല്യൂ 2.5 ആണ്. സോ 6 ഇൻറ്റു 2.5 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആവറേജ് വെലോസിറ്റിയുടെ യൂണിറ്റ്. സംശയമൊന്നുമില്ലല്ലോ. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. സംശയമില്ലല്ലോ. ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായി? സംശയമില്ലല്ലോ. നോക്കൂ, ഇവിടെ നിന്ന് ഇതുവരെ x2, ഇവിടെ നിന്ന് ഇതുവരെ x1. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ, അത് ഇതാണ് 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെയുള്ള ആവറേജ് വെലോസിറ്റിയാണ്. അതാണ് ഇതാ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നോക്കൂ, മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അതിനെ പ്രിസൈസ് ആയി ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, യൂണിഫോം മോഷൻ എന്താണ്, യൂണിഫോം വെലോസിറ്റിയും യൂണിഫോം സ്പീഡും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു ബോഡി യൂണിഫോം മോഷനിലാണ് എന്ന് പറയണമെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യണം, ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കണം. ഓക്കെ, ട്രാവൽ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് യൂണിഫോം മോഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ആ ടൈം ഇന്റർവെൽ എത്ര ചെറുതോ ആയിക്കൊള്ളട്ടെ, ഓക്കെ, അത് എത്ര ചെറുതോ ആയിക്കൊള്ളട്ടെ, അതുപോലെ ബോഡിയുടെ മോഷൻ സെയിം ഡയറക്ഷൻ ആയിരിക്കണം എപ്പോഴും. ഓക്കെ, എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. കാര്യം ഡയറക്ഷൻ മാറിയാൽ എന്ത് പറ്റും, പിന്നെ യൂണിഫോമിറ്റി നഷ്ടപ്പെടും. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ, പിന്നെ അതാണ് നമ്മുടെ കോർണർ സ്റ്റോൺ. അപ്പൊ നോക്കൂ, യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ പ്രിസൈസ് ആയി ഡിഫൈൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ പിന്നെ എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്താൽ ആ ബോഡി യൂണിഫോം മോഷനിലാണെന്ന് പറയാം. മറ്റൊരു രീതിയിലും പറയാം. എങ്ങനെ, ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ഇന്റർവെല്ലിൽ കവർ ചെയ്താലും പിന്നെ എന്താണ് യൂണിഫോം മോഷൻ ആണെന്ന് പറഞ്ഞൂടെ. യൂണിഫോം സ്പീഡും ഉണ്ട്, യൂണിഫോം വെലോസിറ്റിയും ഉണ്ട്. ഒരു പ്രത്യേക ദിശ കൂടി ചേർത്ത് പറയുമ്പോൾ ആരാകും, ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ഒക്കെ ആകും. അപ്പോൾ യൂണിഫോം മോഷൻ ജനറലി പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലും ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്താലും യൂണിഫോം മോഷൻ തന്നെയാണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് തന്നെയാണ്. ഡിസ്റ്റൻസിന് ഒരു ദിശ കൂടി കൊടുക്കുമ്പോൾ, ഒരു പ്രത്യേക ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് വരും. ഡിസ്പ്ലേസ്മെന്റിന്റെ സമയത്തിനനുസരിച്ചുള്ള ചേഞ്ച് ആണ് വെലോസിറ്റി, ഡിസ്റ്റൻസിന്റെ സമയത്തിനനുസരിച്ചുള്ള ചേഞ്ച് ആണ് എന്ത്, സ്പീഡ്. അപ്പോൾ യൂണിഫോം മോഷൻ എന്നുള്ളതിനെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുകയും ചെയ്യാം. നോക്കൂ, ഇനി ഒരു പ്രത്യേക ടൈപ്പ് പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പാണ്, വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം കൂടിയാണ്. നോക്കൂ, എ ട്രെയിൻ 100 മീറ്റർ ലോങ് ഈസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h. In what time shall it cross a bridge 1 kilometer long? ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്, 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനാണ്. 100 മീറ്റർ നീളമാണ് ട്രെയിനിന്. ട്രെയിൻ ഇങ്ങനെ ഓടുകയാണ്. ആ ട്രെയിൻ അതിന്റെ സ്പീഡ് 60 km/h എന്നുള്ള യൂണിഫോം സ്പീഡിലാണ് ട്രെയിൻ ഇങ്ങനെ പോകുന്നത്. ഈ ട്രെയിൻ 1 കിലോമീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര? ഇപ്പൊ ട്രെയിൻ ഇങ്ങനെ വന്ന് നോക്കൂ, ഇതാണ് ബ്രിഡ്ജ് തുടങ്ങുന്ന സ്ഥലം. 1 കിലോമീറ്റർ ആണ് ഈ ബ്രിഡ്ജിന്റെ നീളം. ഓക്കെ, അപ്പോൾ ഈ 1 കിലോമീറ്റർ നീളം ഈ ട്രെയിൻ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര? അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നാം, ഈ 1 കിലോമീറ്റർ അല്ലേ ഡിസ്റ്റൻസ്, അതിനെ ട്രെയിനിന്റെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് സമയം കിട്ടൂലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അത് തെറ്റാണ്. കാര്യം ഈ ട്രെയിൻ ഒരു പോയിന്റ് പാർട്ടിക്കിൾ അല്ല.
ട്രെയിൻ ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായി എന്ത് ചെയ്യാം, ഈ ഡിസ്റ്റൻസിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാര്യം എന്താണ്, ഇവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ ട്രെയിൻ ഇവിടെ പോയിന്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവിടെ കയറി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ അതൊരു പോയിന്റ് പാർട്ടിക്കിൾ ആണ്. പക്ഷെ ട്രെയിൻ കണ്ടോ 100 മീറ്റർ ആണ്, ഇത് 1 കിലോമീറ്റർ ആണ്. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിനിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പോയിന്റ് പാർട്ടിക്കിളായൊന്നും പരിഗണിക്കാൻ പറ്റില്ല. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് കൂടി പരിഗണിക്കണം. എന്ന് വെച്ചാൽ ട്രെയിനിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പോർഷനിലാണ്. അല്ലെങ്കിൽ അത് പോട്ടെ, ആ കൺസെപ്റ്റ് വേണ്ട, അത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. അപ്പോ ഈ പ്രോബ്ലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ട്രെയിൻ വരുമ്പോൾ നോക്കൂ, ട്രെയിൻ ഇപ്പൊ ഇവിടെ എത്തി. ഓക്കെ, ഇതിനകത്ത് മുഴുവനായി കയറുമ്പോൾ ട്രെയിനിന്റെ നീളം കൂടി ഇതിനകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ പിന്നെയും ഒരു ട്രെയിനിന്റെ നീളം തിരിച്ചിറങ്ങി. അങ്ങനെ വിചാരിക്കുക. എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇതുപോലെയുള്ള പ്രോബ്ലങ്ങളിൽ ബ്രിഡ്ജിന്റെ നീളവും ട്രെയിനിന്റെ നീളവും കൂട്ടുക, അതാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കണം കേട്ടോ, അത് കൺഫ്യൂഷൻ ആയിപ്പോ. ഇവിടെ നിന്ന് കയറി ട്രെയിനിന്റെ ലെങ്ത് പിന്നെയും തിരിച്ചിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻ വരാം. നിങ്ങൾ കൃത്യമായി ഇങ്ങനെ വിചാരിക്കുക, ഈ ട്രെയിൻ ബ്രിഡ്ജ് പ്രോബ്ലംസിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിന്റെ നീളവും ട്രെയിനിന്റെ നീളവും കൂട്ടുക, അത്രേ ഉള്ളൂ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ബി കവേർഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ബ്രിഡ്ജിന്റെ നീളം 1 കിലോമീറ്റർ പ്ലസ് ട്രെയിനിന്റെ നീളം 100 മീറ്റർ. അപ്പൊ കിലോമീറ്ററിന് മീറ്റർ ആക്കുക, 1000 മീറ്റർ അല്ലെ, പ്ലസ് 100 മീറ്റർ, 1100 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പൊ വെറുതെ 1000 ആണ്, അതായത് ഈ ബ്രിഡ്ജാണ് ക്രോസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ബ്രിഡ്ജിന്റെ നീളം മാത്രം പിന്നെ എന്ത് ചെയ്യണം, നീളത്തിനെ മാത്രം ഈ 60 അല്ലെങ്കിൽ സ്പീഡ് കൺവേർട്ട് ചെയ്തിട്ട് സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമയമല്ല. ട്രെയിൻ ബ്രിഡ്ജ് പ്രോബ്ലംസിൽ ട്രെയിനിന്റെയും ബ്രിഡ്ജിന്റെയും നീളം കൂട്ടണം. അത് ഇപ്പോഴേ മനസ്സിൽ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ട്രെയിൻ ബ്രിഡ്ജ് പ്രോബ്ലംസിൽ ട്രെയിനിന്റെ നീളം പ്ലസ് ബ്രിഡ്ജിന്റെ നീളമാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പം നമ്മൾ കണ്ടുപിടിച്ചില്ലേ, എത്ര, 1100 മീറ്റർ. അതിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അപ്പോൾ സമയം കിട്ടും. ഈ ട്രെയിൻ ഈ ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം കിട്ടും. ഇനി 1100 മീറ്റർ ആണ്, മീറ്റർ SI യൂണിറ്റ് ആണ്. പക്ഷെ നമ്മുടെ സ്പീഡ് നോക്കിക്കേ, 60 കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണ്ടേ, യൂണിറ്റ് ഒരേപോലെ ആയാലല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ 60 കിലോമീറ്റർ പെർ അവറിന്റെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം, 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 60 × 5/18 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 150/9 കിട്ടും. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ചെയ്തു നോക്കാം നിങ്ങൾക്ക്. 150/9 മീറ്റർ പെർ സെക്കൻഡ്. സമയം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 1100 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്ര, 150/9. അപ്പോൾ മുകളിലോട്ട് പോയി കട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് 66 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിൽ അബ്സോർബ് ചെയ്ത് വെക്കേണ്ട കാര്യം. ഇൻ ട്രെയിൻ ബ്രിഡ്ജ് പ്രോബ്ലംസ് the total distance to be covered is equal to length of bridge plus length of train. വെറുതെ ലെങ്ത് ഓഫ് ബ്രിഡ്ജിനെ ഡിവൈഡ് ചെയ്യരുത്, തെറ്റാണ്. ട്രെയിനിന്റെ ലെങ്തും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേ എന്ത് കിട്ടൂ, നമുക്ക് ആ ബ്രിഡ്ജ്, ഈ ട്രെയിൻ, ഒരു നിശ്ചിത നീളമുള്ള ട്രെയിൻ ഒരു നിശ്ചിത നീളമുള്ള ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നുകൂടെ ഒന്ന് എഴുതി പഠിക്കാവുന്നതാണ്. ഈ പോയിന്റ് ഇതുപോലെ നിങ്ങളുടെ നോട്ടിൽ ചുമന്ന മഷിയുള്ള പേന വെച്ച് ഇങ്ങനെ ബോക്സ് ചെയ്തിടുക. എൻട്രൻസിന് ഷുവർ ക്വസ്റ്റ്യനുകളിൽ ഒന്നാണിത്. അപ്പൊ ആ എൻട്രൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെക്കുക. ഓക്കെ, എൻട്രൻസിനും അതുപോലെയുള്ള ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും ചോദിക്കുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ആണിത്, മറക്കരുത്. വെരി വെരി ഇമ്പോർട്ടന്റ്.